ശരി, ശ്രീ ശ്രീത് പണിക്കർ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് കേസെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കംപ്ലൈൻ്റ് ആണ്. അതായത് BJPയും CPM ചേർന്നുള്ള ഒരു നെക്സസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിഫൻസ്. അതിലിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പെൺകുട്ടിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ശ്രീത്വം അത് വായിച്ചതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ എന്തെങ്കിലും നേട്ടം ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? പൊതുജനം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, പൊതുമധ്യത്തിൽ ഒരുപാട് ടലക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്ന് ഡിജിറ്റൽ തെളിവുകളായി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ പറഞ്ഞതുപോലെ നേതാക്കൾ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് ഗുണമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്? ശ്രീരഞ്ജിത്ത്, അങ്ങനെ ഒരു ആക്ഷേപം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എങ്കിൽ സത്യത്തിൽ അത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ആ അഭിപ്രായം വരേണ്ടത് കോൺഗ്രസിനാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് BJPയും പിന്നെ CPM ഒക്കെ ചേർന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരാളിനെ പ്രേരിപ്പിച്ച് ഇങ്ങനെ കേസൊക്കെ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിഷയം അവിടെ ഉണ്ടെങ്കിലോ അതല്ല എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഉണ്ടെങ്കിലോ അതിൽ ഇതിനെ ഒരു മറയാക്കുന്നതിന് വേണ്ടിയിട്ട് CPM അതിനെ ഉപയോഗിക്കുന്നു എന്ന ഒരു വാദം കോൺഗ്രസിനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്? എങ്കിൽ അന്ന് പറയാമായിരുന്നല്ലോ, ഞങ്ങളുടെ ഒരു യുവ നേതാവിനെ ട്രാപ്പിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് CPMഉം BJPയും ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു നാടകമാണ് എന്ന് ശ്രീ VD സതീശന് പറയാമായിരുന്നു. ശ്രീ സണ്ണി ജോസഫിന് പറയാമായിരുന്നു. നാളിതുവരെ അവരത് പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ മുന്നിൽ ഈ ഒരു പരാതി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നടപടി ഉണ്ടാകുമെന്ന് സതീശൻ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഘട്ടം ഘട്ടമായിട്ട് നടപടി ഉണ്ടാകും എന്ന് പറയുന്നതാണ് കാണുന്നത്. അപ്പൊ ആ സമയത്ത് കോൺഗ്രസിന് ഈ ഒരു വാദം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 3 മാസമല്ലേ ആയിട്ടുള്ളൂ ഇത് പുറത്തു വന്നിട്ട്. അപ്പോ 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നതിനെ പറ്റി കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അറിയില്ലായിരുന്നു, പക്ഷെ ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പൊ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ട്രാപ്പ് ചെയ്യുന്നത്. അത് BJPയും CPMഉം തമ്മിലുള്ള ഒരു കള്ളക്കളിയാണ് എന്നുള്ള ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടാകണമായിരുന്നുവെങ്കിൽ അത് പറയേണ്ടത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷെ അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ ആദ്യം തന്നെ നടപടിയെടുത്ത് മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് അത് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇത് വെറുതെ തനിക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പിന്തുണ രാഷ്ട്രീയമായി കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് വ്യക്തം. 2, ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില BJP CPM ആംഗിളുകളാണ്. അതായത് അദ്ദേഹം ഈ പിന്നെ സ്ത്രീയുടെ ബന്ധുത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ രാഷ്ട്രീയം ആരോപിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയമൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു വാദം അദ്ദേഹത്തിനില്ല. താൻ ഇതൊന്നും തന്നെ ആദ്യമേ അറിഞ്ഞിരുന്നില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരുപക്ഷെ ചാനൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാരെക്കാൾ ഡിഫെൻഡ് ചെയ്യുന്നത് ശ്രീ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ ഉണ്ട് എന്നാണ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞത്. അപ്പൊ രാഹുൽ ഈശ്വർ പോലും ഇന്നലെ പറഞ്ഞിരുന്ന വാദം എന്താണ്? വിവാഹിതയാണ് എന്നതിനെ മനഃപൂർവ്വം മറച്ചുവെച്ച് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഈ സ്ത്രീ ഒരു ബന്ധത്തിൽ പോയത് എന്നാണ്. ഇന്നത്തെ നമ്മൾ ഈ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിനില്ല. മറിച്ച് ഈ കുട്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നും അവരുടെ കുടുംബത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നും അവരുടെ ഭർത്താവ് ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെ 1-2 അപകടമുണ്ട്. കോൺഗ്രസിൽ പല ആൾക്കാരും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളത് നമുക്കറിയാം. എന്നെ ആരും ന്യായീകരിക്കേണ്ടതില്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ, യൂത്ത് കോൺഗ്രസുകാർ, KSUക്കാരൊക്കെ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോ അവരെല്ലാവരും അപഹാസ്യരാകുന്നതിന്റെ ചില കാരണങ്ങൾ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ തന്നെ ഉണ്ട്. 1, ഇത് വ്യാജമാണ് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിൽ പരാതിക്കാരിയെ തനിക്ക് അറിയാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് കൺസെൻഷ്വൽ ആണ്, ഉഭയസമ്മത പ്രകാരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ട് എന്നതിനെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാരണം താനല്ല ആ ഗർഭത്തിന് കാരണം എന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BSA 116 എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അത് ഇങ്ങനെയുള്ള ഒരു കേസിൽ ബാധകമാകുന്ന ഒരു ക്ലോസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു വിവാഹത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വിവാഹം വേർപെടുത്തി
പുനർവിവാഹം കഴിക്കാതെ 280 ദിവസത്തിനുള്ളിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ BSA 116 എന്നുള്ള ഒരു സെക്ഷൻ ഉള്ളത്. അത് വളരെ കൃത്യമായിട്ട് ആ സെക്ഷനിൽ പറയുന്നത് എ ചൈൽഡ് ജനിച്ചത് ബോൺ ഡ്യൂറിങ് എ വാലിഡ് മാരേജ് ഓർ വിതിൻ 280 days ആഫ്റ്റർ ദ മാരേജ് എൻഡ്സ് വേർ ദ മദർ ഹാസ് നോട്ട് റീമാരീഡ് എന്നാണ്. അതെങ്ങനെയാണ് ഇവിടെ ബാധകമാകുന്നത്? ഇവിടെ പറയുന്ന ഒരു അബോർഷനെ കുറിച്ചാണ്, നിർബന്ധിതമായിട്ടുള്ള ഒരു അബോർഷനാണ്. അപ്പോൾ ജനിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ 116A എന്ന് പറയുന്ന ക്ലോസ് ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വിവാഹത്തിലാണ് ആ കുട്ടി പ്രഗ്നന്റ് ആയത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല, ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു പൊസിഷനാണതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണോ ഒരു പൊളിറ്റിക്കൽ മാന്യത? അദ്ദേഹം ഇവിടെ പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന് ശാരീരിക ബന്ധമില്ലായിരുന്നു എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ ഈ ശബ്ദം തൻ്റെതല്ല എന്ന് തള്ളിപ്പറയാൻ പോലും അദ്ദേഹം തയ്യാറാകാതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചതിന്റെ കാരണം ഇതിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നത് തന്നെയാണ്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ഇതിന്റെ ലീഗാലിറ്റിയാണ്. ഞാൻ പറയുന്നത് ലീഗാലിറ്റി ഒക്കെ മാറ്റി നിർത്തിയാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, ഉത്തരവാദിത്തമുള്ള ഒരു യുവ രാഷ്ട്രീയ നേതാവ്, ഒരു MLA, അദ്ദേഹം സുരക്ഷിതമല്ലാത്ത നിർബന്ധിതമായിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന ശാരീരിക ബന്ധത്തിന് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അങ്ങനെ സുരക്ഷിതമല്ലാത്ത ഒരു ശാരീരിക ബന്ധത്തിൽ കൂടി അവർക്ക് കുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും പിന്നീട് അങ്ങനെ കുട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത് ഈ രീതിയിലത്തേക്ക് പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണ് എന്നും അത് രാഷ്ട്രീയ മാന്യതയല്ല എന്നും സാമാന്യ മര്യാദയല്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിലോ? അദ്ദേഹം ഇതിൽ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ലൈനായി പരാതിയിൽ എഴുതി ചേർത്ത് അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അത് താങ്കൾ വായിച്ചിട്ടുണ്ടാകും രഞ്ജിത്ത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു കാര്യം ഈ കുട്ടിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളിങ്ങനെ കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ അതിൽ വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഈ കുട്ടിക്കുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷൻ ഇതില്ലേ, വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങളോ അവർക്കുണ്ടാകാൻ പോകുന്ന മാനസിക പ്രശ്നങ്ങളോ പിന്നീട് അവരെ ആ ഗർഭഛിദ്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ഈ കാര്യത്തിനെ കുറിച്ചൊന്നും വിദ്യാഭ്യാസമുള്ള ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ പഠിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ലേ? അപ്പൊ ഇതൊക്കെ വെറുതെ ഡിഫൻസിന് വേണ്ടി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, പല കാര്യങ്ങളിലും നമുക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറയേണ്ടതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ബോധ്യം പല മുതിർന്ന നേതാക്കൾക്കും ഇല്ല. തിരുവഞ്ചൂരിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെ അതാണ് പ്രശ്നം. ശ്രീ കെ സുധാകരൻ അടക്കമുള്ള പല നേതാക്കന്മാർക്കും അതില്ല. അപ്പോ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയേണ്ടതിന് പകരം ഇവരെല്ലാവരും തന്നെ അദ്ദേഹത്തിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു കൈകൊണ്ട് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ വിലയിരുത്തിക്കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാർ പോവുക. അപ്പൊ ആ നാട്ടുകാർ കാണുന്നത് എന്താണ്? കോൺഗ്രസിന്റെ പ്രാഥമികമായിട്ടുള്ള മെമ്പർഷിപ്പ് പോലും ഈ നമ്മൾ ഈ പറയുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയുടെ പേരിൽ റദ്ദ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നില്ല. VD സതീശനുള്ള സ്ഥലത്ത് ഇവർ രണ്ടുപേരും രണ്ട് സമയത്ത് വന്നിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റ് ലോക്കൽ നേതാക്കന്മാരുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടി ഒരുപക്ഷെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് വാദിക്കുന്നതിന് വേണ്ടി പോലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ശ്രമിക്കുമ്പോൾ മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അതിന് പിന്തുണയുമായിട്ട് അവിടെ ഇരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ താല്പര്യം? അദ്ദേഹം ഈ എല്ലാ വിധത്തിലുള്ള പാർട്ടിയുടെ താല്പര്യങ്ങളെയും ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ദിവസം അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ഈ കോൺഗ്രസിലെ തന്നെ പുതുതലമുറയിലുള്ള ചില പ്രവർത്തകരല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, കോൺഗ്രസിലുള്ള ഒരു യുവ MLA ആയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിക്ക് പാർട്ടിയിലുള്ള സീനിയർ ലീഡർഷിപ്പിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ആജ്ഞാശക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം ആൾക്കാരിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ്? അവിടെയാണ് വിചിത്രമായ ഒരു പാർട്ടിയാണ്. കാരണം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു PR നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒപ്പം 6 മാസം ഒരു കാര്യം കൂടി പറയാം രഞ്ജിത്ത്, ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില വിഷയങ്ങൾ അതിനുശേഷം വന്നിരുന്നപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നോക്കൂ, അതിന് കിട്ടിയിരിക്കുന്ന ലൈക്കുകളും അതിൽ വരുന്ന എൻഗേജ്മെന്റുകളും പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്
രാഹുൽ മാങ്കൂട്ടത്തിനാണ് ജനപിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി PR പണി ചെയ്തിരുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പോകാനായിട്ടുള്ള താല്പര്യമുള്ള കോൺഗ്രസ്സുകാർ എവിടെ? അതെ, അതാണ് ഈ പറഞ്ഞതുപോലെ സസ്പെൻഷനിലായ ഒരാൾ, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ, എല്ലാ പദവികളും നീക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ പാലക്കാട്ട് കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വരികയാണ്, ഈ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം അങ്ങേ ഒരാൾ ഒരിക്കലും പാർട്ടിയുടെ പ്രചരണ മുഖത്ത് ഉണ്ടാവേണ്ടിയിരുന്നില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. അവിടെയും ഇപ്പോഴും ഇന്ന് അടൂർ പ്രകാശും ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സുധാകരനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ജനം എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശ്രീ BN ഹസ്കർ, ഇവിടെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. BJP CPM നെക്സസ് എന്നുള്ള ഒരു പ്രയോഗം കൂടി ഇതിലുണ്ട്. അതിൽ പ്രധാനമായും ഈ പാലക്കാട്ടെ BJP ബന്ധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പരാതി, ഈ 4 മാസമായി നമ്മളിങ്ങനെ എടുത്തിട്ട് അലക്കുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ പുറത്തു വരുമ്പോൾ, പരാതിയായി തന്നെ വരുമ്പോൾ അതിൽ ചിലത് രാഹുൽ സംശയിക്കുന്നു. രഞ്ജിത്ത്, ഇതില് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നോ അങ്ങനെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഈ കേസിനെ വളരെ ദുർബലപ്പെടുത്താൻ കഴിയും എന്നുള്ളത് രാഹുൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ല ഇവിടുത്തെ